നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളക് ലഭ്യതയിൽ കുറവ്. ആഗോള വിപണിയിൽ കുരുമുളക് ലഭ്യത പ്രതീക്ഷയിലും കുറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങളിലെ വാങ്ങലുകാരെ സമ്മർദ്ദത്തിലാക്കുന്നു. വിയറ്റ്നാം മുളകിനെയാണ് ഈ വർഷം കൂടുതലായി ആശ്രയിച്ചത്. പശ്ചിമേഷ്യ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങളും യുദ്ധാന്തരീക്ഷത്തിൽ ചരക്ക് കൂലി ഇനത്തിൽ വരുത്തിയ മാറ്റങ്ങളും മൂലം 2 മാസമായി പല വൻകിട ബയർമാരും ഇറക്കുമതിയിൽ നിന്നും അല്പം വിട്ടുനിൽക്കുകയാണ്. പല ബഹുരാഷ്ട്ര കമ്പനികളുടെയും കരുതൽ ശേഖരത്തിൽ കുരുമുളകിൻ്റെ അളവ് ചുരുങ്ങുന്നതായാണ് രഹസ്യവിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് സൂചനകളൊന്നും അവർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ക്രിസ്മസ് വരെയുള്ള ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണ സമയമാണെങ്കിലും ആഗോള ചരക്ക് ക്ഷാമം മുൻനിര ഇറക്കുമതി രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിച്ചു. വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും കാര്യമായ വിൽപ്പനക്കാരില്ല. ജൂലൈയോടെ അവരുടെ നിരക്ക് ടണ്ണിന് $500 മുതൽ $1000 വരെയും കുതിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില ക്വിൻ്റലിന് 72,800 രൂപ കയറിയ ശേഷം വാരാന്ത്യം 72,700 രൂപയിലാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വില ടണ്ണിന് $7,700. പ്രതിസന്ധി ഒഴിയാതെ നാളികേര ഉൽപ്പന്ന വിപണി. നാളികേര ഉൽപ്പന്ന വിപണി പ്രതിസന്ധിയിൽ. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം കുറഞ്ഞതിനാൽ കൈവശമുള്ള എണ്ണ വിറ്റുമാറാൻ ഒരു വശത്ത് വൻകിട മില്ലുകാർ പരക്കം പായുന്നു. പച്ചത്തേങ്ങയും കൊപ്രയും വിൽപ്പനയ്ക്ക് ഇറക്കുന്നതിൽ വൻകിട തോട്ടങ്ങൾ വരുത്തിയ നിയന്ത്രണം ഒരു പരിധിവരെയും വിപണിക്ക് താങ്ങായി. കാങ്കയത്ത് കൊപ്ര 13,500 രൂപയായി താഴ്ന്നു. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 20,350 രൂപ. കൊച്ചിയിൽ എണ്ണവില 25,500 രൂപയിൽ നിന്നും 24,600 രൂപയായി. ഒറ്റയാഴ്ചയിൽ 900 രൂപ ഇടിഞ്ഞു. അതേസമയം കൊപ്ര 14,700 രൂപയിൽ പിടിച്ചു നിന്നു. കൊക്കോ വിലയിൽ ചാഞ്ചാട്ടം. രാജ്യാന്തര കൊക്കോ വില കരുത്ത് നേടുന്നതിനിടയിൽ മുൻനിര ഉൽപ്പാദക രാജ്യമായ ഐവറി കോസ്റ്റിൽ നിന്നും നടപ്പ് സീസണിലെ ഉൽപ്പാദനം സംബന്ധിച്ച് പുതിയ വിവരം പുറത്തുവന്നത് വിപണിയെ ഞെട്ടിച്ചു. ന്യൂയോർക്കിൽ കൊക്കോ ടണ്ണിന് $4,433 നിന്നും $4,795 വരെയും ഉയർന്നു. എൽനിനോ കാലാവസ്ഥാ പ്രതിഭാസം മൂലം പശ്ചിമ ആഫ്രിക്കയിൽ അടുത്ത സീസണിൽ ഉൽപ്പാദനം കുറയുമെന്ന വിലയിരുത്തലാണ് ഉൽപ്പന്ന വില കുതിച്ചു കയറാൻ ഇടയാക്കിയത്. എന്നാൽ നടപ്പ് സീസണിലെ വിളവ് സംബന്ധിച്ച ഐവറി കോസ്റ്റിൽ നിന്നും വിവരം പുറത്തു വന്നതോടെ കൊക്കോ വില വാരാന്ത്യം $4,058 ഇടിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ